KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ബീഹാറിൽ മഹാസഖ്യത്തിന് മഹാവിജയം, നരേന്ദ്രമോദിയുടെ BJP തകർന്നടിഞ്ഞു. രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചു പോന്ന നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അമ്പലക്കടവ് ഹമീദ് ഫൈസിക്കെതിരെ MSFന്റെ രോഷപ്രകടനം. ഖുർആൻ പാരായണം ജീവിതത്തിന്റെ ഭാഗമാക്കുക, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SSF പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ലോഗോ പ്രകാശനം ചെയ്തു. UDFിലെ ഭിന്നിപ്പ് തിരിച്ചടിയായെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ. തോന്നിയപോലെ ഇനി ഹർത്താൽ പറ്റില്ല, ഹർത്താൽ നിയന്ത്രണ ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം. വിജയാഹ്ലാദത്തിൽ പടക്കം പൊട്ടിച്ചത് ഞങ്ങളല്ല സർ, തുടക്കത്തിലെ ലീഡ് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് BJP പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ തിരുത്തലുകൾക്ക് വഴിമരുന്നിടുമെന്ന് രാജ്യം പ്രതീക്ഷിച്ച ബീഹാർ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടി സമ്മാനിച്ച് മഹാസഖ്യം അധികാരത്തിൽ. 243 അംഗ നിയമസഭയിൽ RJD, JDU, കോൺഗ്രസ് മഹാസഖ്യം 162 സീറ്റുകൾ നേടി. 74 സീറ്റുകൾ നേടി നിതീഷ് കുമാറിന്റെ RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. JDUവിന് 70 സീറ്റുകൾ ലഭിച്ചു. 20ലധികം സീറ്റുകൾ നേടി കോൺഗ്രസും നില മെച്ചപ്പെടുത്തി. എന്നാൽ മഹാസഖ്യം വിട്ട മുലായം സിംഗ് യാദവിനും പപ്പു യാദവിനും തിരിച്ചടിയേറ്റു. മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് നിതീഷ് കുമാർ തന്നെയായിരിക്കും ബീഹാർ മുഖ്യമന്ത്രി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേതിനു സമാനമായ തോൽവിയാണ് NDA സഖ്യം ബീഹാറിലും ഏറ്റുവാങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും സജീവമായി രംഗത്തിറങ്ങിയ സംസ്ഥാന തിരഞ്ഞെടുപ്പിന്റെ ഈ ഫലം BJPയെപ്പോലെ മോദിയുടെ പ്രതിച്ഛായക്കും കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. അതിലുപരി മോദി അമിത്ഷാമാരുടെ അപ്രമാദിത്വത്തിന് വിള്ളലുണ്ടാക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ഭൂരിഭാഗവും മഹാസഖ്യത്തിന് അനുകൂലമായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP കേവല ഭൂരിപക്ഷം നേടുമെന്ന് പ്രവചിച്ച ടുഡേയ്സ് ചാണക്യ ഇത്തവണയും BJPക്ക് അനുകൂലമായിരുന്നു. ബീഹാറിൽ BJP 155ഉം മഹാസഖ്യം 83ഉം നേടുമെന്നായിരുന്നു ഇന്ത്യ ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം. ഇത് മൂന്നാം തവണയാണ് നിതീഷ് കുമാർ ബീഹാറിൽ അധികാരത്തിലെത്തുന്നത്. നേരത്തെ 2005ലും 2010ലും നിതീഷ് അധികാരത്തിലെത്തിയിരുന്നു. BJPക്കൊപ്പം സഖ്യത്തിലായിരുന്ന നിതീഷ് 2013ൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചതോടെയാണ് തെറ്റിപ്പിരിഞ്ഞത്. പടക്കം പൊട്ടിച്ചത് ഞങ്ങളല്ല സാർ, ബീഹാറിലെ വോട്ടെണ്ണലിൽ തുടക്കത്തിലെ ലീഡ് ആഘോഷിക്കാൻ BJP പ്രവർത്തകർ പടക്കം പൊട്ടിച്ചത് പിന്നീട് അവർക്ക് തന്നെ പാരയായി. വോട്ടെണ്ണാൻ തുടങ്ങിയപ്പോൾ BJPക്കായിരുന്നു ലീഡ്. ഈ ട്രെൻഡ് കുറച്ചു സമയം മാത്രമേ നിലനിന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ BJP പ്രവർത്തകർ പടക്കത്തിന് തിരികൊളുത്തി. ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടതോടെ മഹാസഖ്യം ലീഡുയർത്തുകയും BJP പുറകിലേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇതോടെ ആഹ്ലാദ പ്രകടനം നടത്തിയവർക്ക് നിലപാട് മാറ്റേണ്ടി വന്നു. മുതിർന്ന നേതാവ് LK അഡ്വാനിയുടെ ജന്മദിനം ആഘോഷിച്ച് പടക്കം പൊട്ടിച്ചതാണെന്നായി ഇതേക്കുറിച്ചുള്ള പ്രവർത്തകരുടെ വിശദീകരണം. പട്നയിലെ BJP പ്രവർത്തകരാണ് തുടക്കത്തിലെ ലീഡ് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത്. അതേസമയം വമ്പിച്ച ജയം പ്രതീക്ഷിച്ച് BJP 100 കിലോ പലഹാരങ്ങൾ ഓർഡർ ചെയ്തെന്ന് വാർത്താ ഏജൻസിയായ IANS റിപ്പോർട്ട് ചെയ്തു. ആദ്യ ഫലസൂചനകൾ തങ്ങൾക്ക് അനുകൂലമായതോടെയാണ് BJP പ്രവർത്തകർ പലഹാരങ്ങൾക്ക് ഓർഡർ ചെയ്തത്. നിതീഷ് കുമാറിനെ പ്രശംസിച്ച് ശിവസേന. നിതീഷ് ഹീറോയായി മാറിയെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. നിതീഷിനെ അഭിനന്ദിക്കുന്നുവെന്നും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ബീഹാർ ഫലം വഴിത്തിരിവാകുമെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു. അതേസമയം ഇത് മോദിയുടെ തോൽവിയാണെന്നും ശിവസേന കൂട്ടിച്ചേർത്തു. അധികാരത്തിലുള്ളവർ ധിക്കാരികളാവരുത്, നേതൃത്വം ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്ന് ശത്രുഘ്നൻ സിൻഹ ആവശ്യപ്പെട്ടു.
അപ്രതീക്ഷിത തിരിച്ചടിയുടെ കാരണം പരിശോധിക്കുമെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. അതിനിടെ ഉജ്ജ്വല വിജയം നേടിയ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ബിജെപി അധ്യക്ഷൻ അമിത് ഷായും അഭിനന്ദിച്ചു. ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയം അംഗീകരിച്ച ബിജെപി നേതൃത്വം കനത്ത തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങൾ വിലയിരുത്തുമെന്ന് വ്യക്തമാക്കി. യുഡിഎഫിലെ ഭിന്നിപ്പ് തിരിച്ചടിയായെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞു. യുഡിഎഫിൽ കൂട്ടായ പ്രവർത്തനം ഇല്ലാതെ പോയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ലീഗിന് മുന്നണിയെ സംബന്ധിച്ച് ചില അസംതൃപ്തികളുണ്ട്. എന്നാൽ മുന്നണി വിടുന്ന കാര്യം ആലോചനയിൽ ഇല്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. തോന്നിയപോലെ ഇനി ഹർത്താൽ നടത്താൻ പറ്റില്ല. മുൻകൂർ നോട്ടീസ് വേണം. ഹർത്താൽ നിയന്ത്രണ ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം. നഷ്ടപരിഹാരത്തുക കെട്ടിവെക്കണം. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഹർത്താൽ നടത്താൻ 3 ദിവസത്തെ മുൻകൂർ നോട്ടീസ് വേണമെന്നും നഷ്ടപരിഹാര തുക കെട്ടിവെക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്ന ഹർത്താൽ നിയന്ത്രണ ബില്ലിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. നിയമത്തിന് വിരുദ്ധമായി ഹർത്താൽ ആഹ്വാനം ചെയ്യുകയോ നടത്തുകയോ ചെയ്യുന്നവർക്ക് 6 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. ജോലിക്കെത്തുന്നവരെ തടയുക, ആശുപത്രി, ഹോട്ടൽ, വിദ്യാഭ്യാസ സ്ഥാപനം, പെട്രോൾ ബങ്കുകൾ എന്നിവിടങ്ങളിലേക്ക് ഉള്ളതടക്കം യാത്ര തടയുക എന്നിവക്കും ഇതേ ശിക്ഷയാണ്. ഇത്തരം കുറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസ് ബന്ധപ്പെട്ട ഏജൻസികളും സഹായത്തിന് എത്തണം. സഹായിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് 10,000 രൂപ വരെ പിഴയും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത് തയ്യാറാക്കിയ ബില്ല് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അടിക്കടി ഉണ്ടാവുന്ന ഹർത്താലുകൾ നിയന്ത്രിക്കലും അതുമൂലം ജീവനും സ്വത്തിനുമടക്കമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആശ്വാസം നൽകലുമാണ് ബില്ലിന്റെ ലക്ഷ്യം. നേരത്തെ ബില്ലിന്റെ കരട് തയ്യാറാക്കുകയും ജനങ്ങളുടെ അഭിപ്രായം ആരായുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ബില്ല് തയ്യാറാക്കിയത്. ഹർത്താൽ ബാധിക്കുന്ന ജനങ്ങളെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും മാധ്യമങ്ങളിലൂടെയും മറ്റും 3 ദിവസം മുമ്പ് അറിയിക്കണം. രാവിലെ 6 മുമ്പും വൈകിട്ട് 6 ശേഷവും കടകളുടെയും മറ്റും പ്രവർത്തനം തടയാൻ പാടില്ല. അതേസമയം ട്രേഡ് യൂണിയനുകളും സർവീസ് സംഘടനകളും നടത്തുന്ന സമരത്തിന് ഹർത്താൽ നിയന്ത്രണ നിയമം ബാധകമാവില്ല. ജീവനും സ്വത്തിനും ഉണ്ടായേക്കാവുന്ന നാശത്തിന് നഷ്ടപരിഹാരമെന്ന നിലക്കാണ് നിശ്ചിത തുക മുൻകൂറായി കെട്ടിവെക്കേണ്ടത്. മുൻകൂട്ടി നോട്ടീസ് നൽകിയാലും പ്രത്യേക സാഹചര്യത്തിൽ അത് നിരോധിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ടാകും. ആശുപത്രികൾ, മരുന്നുകടകൾ, പാൽ, പത്രം, മീൻ, ജലവിതരണം, ആഹാര വിതരണം, ആംബുലൻസുകളുടെയും ആശുപത്രി വാഹനങ്ങളുടെയും ഗതാഗതം, ഇന്ധന വിതരണം, സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന മറ്റ് ആവശ്യ സർവീസുകൾ എന്നിവ തടസ്സപ്പെടുത്തിയാൽ ഹർത്താൽ നിരോധിക്കും. ഹർത്താലിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും ഭീഷണി ഉണ്ടാകാതെ നോക്കണം. പൊതുമുതൽ നശിപ്പിക്കാനോ ക്രമസമാധാനം ലംഘിക്കാനോ നീക്കമുണ്ടായാൽ കർശനമായി തടയണം. ബലപ്രയോഗമോ ഭീഷണിയോ ഉണ്ടായതായി പരാതി വന്നാൽ പോലീസ് സഹായത്തിന് എത്തണം. ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചും ആരെയും ഹർത്താലിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. പൊതുസ്ഥാപനങ്ങൾ, സർവീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ധർമ്മസ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനും പാടില്ല. അക്രമവും ഭീഷണിയും വഴി കടകൾ അടപ്പിക്കാനോ ഗതാഗത തടസ്സം ഉണ്ടാക്കാനോ പാടില്ല തുടങ്ങിയവയും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. കോഴിക്കോട് ലീഗ് ഹൌസ് ലീഗ് പ്രവർത്തകർ ഉപരോധിക്കുന്നു. ഇന്നലെ കോഴിക്കോട് ബീച്ചിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ളവരെ വിട്ടുകിട്ടാൻ നേതാക്കൾ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ചാണ് ഉപരോധം. ഇന്നലെ പുതിയ കടവിലായിരുന്നു CPM ലീഗ് സംഘർഷമുണ്ടായത്. ലീഗ് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടെയായിരുന്നു സംഭവം. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ BJPക്ക് സുപ്രീംകോടതി മുൻ ജഡ്ജി മാർക്കണ്ഡേയ കട്ജുവിന്റെ പരിഹാസം. ബീഹാറിൽ മഹാസഖ്യം 3-2 ഭൂരിപക്ഷം നേടിയില്ലെങ്കിൽ സന്യാസത്തിന് പോകുമെന്ന് അദ്ദേഹം നേരത്തെ പോസ്റ്റ് ഇട്ടിരുന്നു. താൻ ഇനി സന്യാസത്തിന് പോകേണ്ടതില്ലെന്നും ഇതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചാരണായുധം പശുവായിരുന്നുവെന്നും ഫലം വന്നപ്പോൾ ചാണകം പോലെയായെന്നും പരിഹസിക്കുന്ന ചിത്രങ്ങളും ഇന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. BJPയുടെ ബീഫ് രാഷ്ട്രീയത്തെ രൂക്ഷമായി പരിഹസിക്കുന്ന ഈ പോസ്റ്റ് ഇതിനകം വൈറലായി കഴിഞ്ഞു. 150-ലധികം സീറ്റുകൾ നേടി മഹാസഖ്യം അധികാരത്തിലെത്തുമെന്ന് നേരത്തെ അദ്ദേഹം പ്രവചിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ബൈക്കിൽ നിന്നും വീണ് മരിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് തോട്ടക്കാടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നമ്പിള്ളി മുരളീധരമേനോനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ മറ്റൊരാളുടെ ബൈക്കിന്റെ പിറകിലിരുന്ന് പോവുകയായിരുന്നു അദ്ദേഹം. കയറ്റം കയറുന്നതിനിടെ ബൈക്ക് തെന്നി മുരളീധരമേനോൻ താഴെ വീഴുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും.
അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. നിലവിലെ സാമൂഹിക സ്ഥിതിഗതികളുടെ അടിസ്ഥാനത്തിൽ മലയാളികൾ സ്വീകരിച്ച നിലപാടുകളാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹം ഈ അഭിപ്രായം ഉന്നയിച്ചത്. മലയാളികളുടെ രാഷ്ട്രീയ പ്രബുദ്ധത തെളിയിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഫലം. മതേതരത്വവും ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക ജീവിതവും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും അത്തരം പ്രബുദ്ധമായ രാഷ്ട്രീയ നിലപാടുകളുടെ ഗുണം ലഭിക്കും എന്നത് സ്വാഭാവികമാണ്. മതേതര മൂല്യങ്ങളും രാഷ്ട്രീയ നിലപാടുകളും കേവലം അധികാരത്തിനു വേണ്ടി മാറ്റിവെച്ചവർക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നതിലും അത്ഭുതപ്പെടാനില്ല. അധികാരമല്ല, സന്നിഗ്ധ ഘട്ടങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകളാണ് പ്രധാനം എന്ന് തിരിച്ചറിയാൻ ഈ തിരഞ്ഞെടുപ്പ് ഫലം കാരണമാവട്ടെയെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ കൂടി അടയാളപ്പെടുത്തുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. അവർ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ തിരഞ്ഞെടുപ്പിന്റെ ഗതിവിധികളെ വലിയ തോതിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയാൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാകും. മുസ്ലിം സമുദായത്തിന്റെ പൊതു താൽപര്യങ്ങളെയും ആവശ്യങ്ങളെയും നിരാകരിക്കുകയും സ്വാർത്ഥ താൽപര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുകയും ചെയ്തവർ ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും പാഠം ഉൾക്കൊള്ളട്ടെ. സാമുദായിക സംഘടനകളുടെ പിൻബലത്തെക്കുറിച്ച് സംശയമുള്ളവർ തിരഞ്ഞെടുപ്പ് ഫലത്തെ കണക്കുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ തുറന്ന മനസ്സോടെ വിലയിരുത്താൻ തയ്യാറാവുമെന്ന് പ്രത്യാശിക്കുന്നതായും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരത്തെ സ്വീകരിച്ചു പോന്ന നിലപാടുകൾക്ക് കൂടിയുള്ള അംഗീകാരമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. സുന്നികൾ ഉയർത്തുന്ന നിലപാടുകളെ പിന്തുണക്കുന്നവരെ പിന്തുണക്കുക, പിന്തുണക്കുന്നവരുടെ സമുദായമോ ജാതിയോ പ്രദേശമോ അതിനു തടസ്സമായിക്കൂടാ എന്നതായിരുന്നു ആ നിലപാട്. സുന്നികളുടെ ആദർശ സംരക്ഷണത്തോടൊപ്പം നാടിന്റെ സമാധാനവും പൊതുവികസനവും സാധ്യമാക്കുക എന്നതായിരുന്നു ആ നിലപാടിന്റെ കാതൽ. അമ്പലക്കടവ് ഹമീദ് ഫൈസിക്കെതിരെ MSFന്റെ രോഷപ്രകടനം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കരുവാരക്കുണ്ട് ഡിവിഷനിൽ ലീഗ് സ്ഥാനാർത്ഥി TP അഷ്റഫ് അലിക്കെതിരെ ചേളാരി വിഭാഗം നീക്കങ്ങൾ നടത്തിയിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം വരെ വീടുകൾ കയറിയിറങ്ങി ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തിയിട്ടും 2317 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അഷ്റഫ് അലി വിജയിച്ചു. 26,972 വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ ഇടത് സ്വതന്ത്രൻ മാത്യു സെബാസ്റ്റ്യന് 24,655 വോട്ടാണ് ലഭിച്ചത്. മുസ്ലിം ലീഗിന്റെ വിജയത്തിന് തടയിടാൻ ചേളാരി സമസ്തക്ക് കഴിയില്ലെന്ന് കൂടിയാണ് അഷ്റഫ് അലിയിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. അഷ്റഫ് അലിയെ പരാജയപ്പെടുത്താൻ കരുവാരക്കുണ്ടിൽ കൺവെൻഷൻ വിളിച്ചു ചേർത്തത് അമ്പലക്കടവ് ഹമീദ് ഫൈസിയുടെ നേതൃത്വത്തിലാണ്. ഇതിൽ രോഷാകുലരായ MSF ലീഗ് പ്രവർത്തകരാണ് ഇന്നലെ ഹമീദ് ഫൈസിക്കെതിരെ പ്രകടനം നടത്തിയത്. CPM
CPMന്റെ പണവും വാങ്ങി അഷ്റഫ് അലിയെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയ അമ്പലക്കടവിനെതിരെയാണ് പ്രകടനത്തിൽ രോഷം ആളിക്കത്തിയത്. എന്ത് തന്നെയായാലും ചേളാരി സമസ്തയുടെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കണമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശം. ഇതിനായി നേതാക്കളുമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ ചർച്ചകൾ നടക്കും. മിക്ക സ്ഥലങ്ങളിലും ചേളാരി വിഭാഗത്തെ മുസ്ലിം ലീഗ് കൈയൊഴിയുന്ന അവസ്ഥയാണുള്ളത്. 2016 ജനുവരി 8, 9, 10 തീയതികളിൽ തൃശൂരിൽ വെച്ച് നടക്കുന്ന SSF പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ് സമ്മിറ്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ NV അബ്ദുറസാഖ് സഖാഫി, M അബ്ദുൽ മജീദ്, ഡോക്ടർ നൂറുദ്ദീൻ റാസി തുടങ്ങിയവർ സംബന്ധിച്ചു. ഖുർആൻ പാരായണം മനുഷ്യന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുകയും അതുവഴി ജീവിതത്തിൽ ഉയർന്ന വിജയം കൈവരിക്കാനാവുമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മർക്കസിൽ സംഘടിപ്പിച്ച ദൗറത്തുൽ ഖുർആൻ 9ാം സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. സയ്യിദ് സബൂർ ബാഹസൻ തങ്ങൾ, സയ്യിദ് ഷറഫുദ്ദീൻ ജമുലേലി, സയ്യിദ് സ്വാലിഹ് തുറാബ് തങ്ങൾ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മുഖ്താർ ഹസ്രത്ത് ബാക്കവി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, VPM ഫൈസി വില്യാപ്പള്ളി തുടങ്ങി പ്രമുഖ പണ്ഡിതരും സാദാത്തുക്കളും പങ്കെടുത്തു. പ്രവാചക പ്രേമാനുരാഗത്തിന്റെ ധന്യതയിൽ മദീന സോൺ RSC സാഹിത്യോത്സവിന് പരിസമാപ്തി. വിപുലമായ ഉദ്ഘാടന സമ്മേളനത്തോടെയാണ് സോൺ സാഹിത്യോത്സവിന് തുടക്കമായത്. ICF മദീന സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അലി ധർമ്മടം ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ പ്രാസ്ഥാനിക നേതൃത്വത്തിന്റെ സാന്നിധ്യവും ആശംസകളും പ്രവർത്തകർക്ക് ആവേശമായി. യൂണിറ്റ്, സെക്ടർ തലങ്ങളിൽ കടുത്ത മത്സരങ്ങളിലൂടെ വിജയികളായെത്തിയ പ്രതിഭകളുടെ മാറ്റുരക്കൽ സദസ്സിന് നവ്യാനുഭൂതി പകർന്നു. മദീന ഹറം സെക്ടർ ഈ വർഷത്തെ കലാകിരീടം കൈപ്പിടിയിലൊതുക്കി. 2ാം സ്ഥാനം യാംബു കരസ്ഥമാക്കി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDFിലെ ഭിന്നിപ്പ് തിരിച്ചടിയായെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ. ബീഹാറിൽ മഹാസഖ്യത്തിന് മഹാവിജയം. നരേന്ദ്രമോദിയുടെ BJP തകർന്നടിഞ്ഞു. തോന്നിയപോലെ ഇനി ഹർത്താൽ പറ്റില്ല. ഹർത്താൽ നിയന്ത്രണ ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം. വിജയാഹ്ലാദത്തിൽ പടക്കം പൊട്ടിച്ചത് ഞങ്ങളല്ല സർ. തുടക്കത്തിലെ ലീഡ് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് BJP പ്രവർത്തകർ. ഖുർആൻ പാരായണം ജീവിതത്തിന്റെ ഭാഗമാക്കുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അമ്പലക്കടവ് ഹമീദ് ഫൈസിക്കെതിരെ MSFന്റെ രോഷപ്രകടനം. രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചു പോന്ന നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SSF പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ലോഗോ പ്രകാശനം ചെയ്തു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC news time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.